Hello my dear students, welcome to our new video. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ മെമ്മറിയെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് എന്നതാണ്. വിവിധ തരത്തിലുള്ള ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. ഈ ഒരു ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് വർക്ക് എന്നുള്ള ലെവലിലാണ് നൽകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിനൊരു നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. മലയാളത്തിലായാലും കുഴപ്പമില്ല, ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല, മിക്സ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. അവരെ എല്ലാവരും സെൽഫായിട്ട് ചെയ്യണം, ഒറ്റയ്ക്ക് ചെയ്യുക എന്നർത്ഥം. ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നുണ്ടല്ലോ, അതുപോലെ ആ ഒരു സെക്ഷന്റെ നോട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ആ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതൊരു അസൈൻമെന്റ് റിപ്പോർട്ട് എന്നുള്ള ലെവലിൽ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സി മാർക്ക് നൽകുന്നതിലേക്കായിട്ട് ഈ ഒരു വർക്കിനെ പരിഗണിക്കുന്നതാണ്. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അടുത്ത നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റ് അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ ജനുവരിയിലൊക്കെ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഡേറ്റ് പറയും. അപ്പോ നിങ്ങൾ ആ പറയുന്ന ഡേറ്റിന്റെ ഉള്ളിലായിട്ട് അത് സബ്മിറ്റ് ചെയ്യണം. അത് നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഓരോരുത്തരും അതിനൊരു കറക്റ്റ് ഒരു സെമിനാർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിനൊരു ഇൻഡെക്സ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ എന്താ പറയാ കൺക്ലൂഷൻ ഉണ്ടാവണം. അങ്ങനെ നമ്മള് ഹാർഡ് കോപ്പി ആയിട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ വേസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇ വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് ആലോചിച്ചാൽ മതി. ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഉപയോഗശൂന്യമായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതുമൂലം ഉണ്ടാവുന്ന വേസ്റ്റിനെയാണ് എന്ന് പറയുന്നത് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഇ വേസ്റ്റുകൾ ഉണ്ടാവും. നമ്മളുടെ വീട്ടില് കേടുവന്ന് കിടക്കുന്ന TV ആയാലും അല്ലെങ്കിൽ ഫ്രിഡ്ജ് ആയാലും ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈല് ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ടാവും അല്ലെ. അതൊരു സൈഡിൽ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാവും, കുറെ കാലങ്ങൾ അങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കും ചെയ്യും. നമ്മള് ഈ വേസ്റ്റ് പലപ്പോഴും അലക്ഷ്യമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ വലിച്ചെറിയാറുണ്ട്. അതിന് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസുകൾ ഉണ്ടാക്കാറുണ്ട് എന്നർത്ഥം. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മള് പല ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും മെർക്കുറി, ലെഡ്, കാഡ്മിയം അങ്ങനെ പോലുള്ള പലതരത്തിലുള്ള വസ്തുക്കളാണ് അതിലുള്ളത്. അപ്പൊ അതൊക്കെ നമ്മുടെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാക്കാനും ഹെൽത്ത് പ്രോബ്ലംസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പ്രോപ്പറായ രീതിയിൽ ഡിസ്പോസ് ചെയ്യൽ വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേസ്റ്റിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് ഡിസ്പോസിബിൾ മെത്തേഡായി പറയുന്നത് റീയൂസ് എന്നുള്ളതാണ്, വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈലിൽ നമ്മൾ ഒരുപാട് കാലം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മളുടെ അതിലത്തെ ഫെസിലിറ്റീസ് നമുക്ക് പോരാ, നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ മൊബൈൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ആ മൊബൈൽ നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ ഒരു ഭാഗത്ത് അങ്ങോട്ട് വലിച്ചെറിയുക അല്ലെങ്കിൽ എന്താ പറയാ ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ ഒരു ഭാഗത്ത് വെക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, അതിന് റീയൂസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ മൊബൈൽ ഇല്ലാത്ത ആളുകൾക്ക്, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പല ആളുകൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഉണ്ടാവാം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, അവർക്കത് നൽകുക. ക്യാഷിനാണെങ്കിൽ ക്യാഷിന് നൽകാം, വെറുതെ ആണെങ്കിൽ വെറുതെ നൽകാം. അതല്ലെങ്കിൽ നമ്മൾ പുതിയൊരു മൊബൈൽ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ മൊബൈൽ എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഉപകരണം അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഏതോ ആയിക്കോട്ടെ, അതിനെന്ത് ചെയ്യാം, വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻസിനറേഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കത്തിച്ചു കളയുക. നല്ല ഹൈ ഡിഗ്രി ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, ഇത് കത്തിച്ചു കളയുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഡിസ്പോസിബിൾ മെത്തേഡായിട്ട് പറയുന്നത്. തേർഡ് വൺ ഈസ് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ് എന്നുള്ളതാണ്. റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്, കേടുവന്നിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് പുതിയ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. എന്ന് പറയുമ്പോൾ കേടുവന്ന ഇലക്ട്രോണിക് ഡിവൈസുകളിൽ
അതിന്റെ പല ഹാർഡ്വെയർ പാർട്സുകളും എന്തായാലും കറക്റ്റ് ഫംഗ്ഷനിങ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ പുതിയ ഉപകരണങ്ങൾ എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് വേറൊരു മെത്തേഡാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലാൻഡ് ഫില്ലിംഗ് എന്നുള്ളതാണ്. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, വലിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം, ഡംപ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത് ലാൻഡ് ഫില്ലിംഗ്, ഒഴിച്ചു മൂടുക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്ര നല്ലൊരു രീതിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ പലതരത്തിലുള്ള മെർക്കുറി പോലുള്ള പല സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ മണ്ണിനെ തന്നെ എന്ത് ചെയ്യും, അതിന്റെ പല പ്രോബ്ലംസുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഈ ഒരു 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റീയൂസ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻസിനറേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് സ്റ്റുഡൻസ് എന്നുള്ള ലെവലിൽ നമുക്ക് ഇ വേസ്റ്റ് ഡിസ്പോസലിൽ എന്താണ് നമ്മളുടെ റോൾ എന്നുള്ളതാണ്. നമുക്ക് പല പല കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് കുറക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് അൺനെസസറി ആയിട്ടുള്ള, അതായത് അത്ര അത്യാവശ്യമൊന്നും അല്ലാത്ത ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. പിന്നെ വെൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഗെറ്റ് ഫോൾട്ടി ട്രൈ ടു റിപ്പയർ എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് അല്ലെ. റിപ്പയർ ചെയ്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഉപയോഗിക്കും. അല്ലാതെ പുതിയൊരു ആ പഴയ നമ്മുടെ കയ്യിലുള്ള ആ ഇലക്ട്രോണിക് ഡിവൈസിനെ പാടെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ അതൊരു വേസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് ഒഴിവാക്കിയിട്ട് പുതിയ ഒന്ന് വാങ്ങുന്ന ആ ഒരു പ്രവണത എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്, റിപ്പയർ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ട്രൈ ടു റീസൈക്കിൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ബൈ സെല്ലിംഗ് ദം ടു ഓർ ഡൊണേറ്റിംഗ് ദം ടു അതേഴ്സ് എന്നുള്ളതാണ്. അതായത് വേറൊരാൾക്ക് നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസിനെ നമുക്ക് ആവശ്യം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാം അല്ലെ, ക്യാഷിനായിട്ട് തന്നെ വിൽക്കാം. അതായത് വേസ്റ്റ് ആക്കരുത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ബൈ പ്രോഡക്ട്സ് വിത്ത് ഗുഡ് വാറന്റി ആൻഡ് ടേക്ക് ബാക്ക് പോളിസീസ്. ടേക്ക് ബാക്ക് പോളിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്, തിരിച്ചെടുക്കുന്ന പോളിസീസുകളുണ്ട് അല്ലെ. അത്തരം പോളിസികളുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ വാങ്ങുക. അതേപോലെ തന്നെ നല്ല വാറന്റി ഉള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ വാങ്ങുക. അതേപോലെ തന്നെ ഇഫ് ദി ഡിവൈസ് ഈസ് ബാറ്ററി ഓപ്പറേറ്റഡ്, ബാറ്ററി ഉപയോഗിച്ചുള്ള ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ബൈ റീചാർജബിൾ ഇൻസ്റ്റഡ് ഓഫ് ഡിസ്പോസൽ ബാറ്ററീസ്. നമുക്ക് ആ ബാറ്ററി എന്താ പറയാ, റീചാർജബിൾ ഇൻസ്റ്റഡ് ഓഫ് ഡിസ്പോസൽ ബാറ്ററീസ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ സ്റ്റുഡൻസ് എന്നുള്ള ലെവലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകൾ വാങ്ങാൻ പോകുമ്പോൾ അതിലിങ്ങനെ എനർജി സ്റ്റാറിന്റെ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതില് എനർജി സേവിങ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഡിവൈസുകൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് വേറെ പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്, നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കുറച്ചു നേരം അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണ്, അത് അവിടെ ഓണായി കിടക്കുന്നുണ്ടാവും, നമ്മൾ നമ്മുടെ വേറെ പരിപാടികൾക്ക് പോയിട്ടുണ്ടാവും. ആ ഒരു പ്രവണത ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാത്ത സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പവർ ഓൺ ദി പെരിഫറൽസ് സച്ച് ആസ് ലേസർ പ്രിന്റേഴ്സ് ഓൺലി വെൻ നീഡഡ്. നമ്മൾ പ്രിന്റിംഗ് പർപ്പസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പ്രിന്റർ ഓൺ ആക്കി വെക്കാതെ പ്രിന്റ് ചെയ്യുന്ന സന്ദർഭം ഉണ്ടാവുമല്ലോ. എപ്പോഴും നമ്മൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രിന്റർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പൊ പല സന്ദർഭത്തിലും അത് ഓണായി അതങ്ങനെ ഓണായി കിടക്കുന്നുണ്ടാവും അല്ലെ. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക, അത് ഓൺ ആക്കുക എന്നുള്ളതാണ്. പിന്നെ യൂസ് പവർ സേവർ മോഡ്. പല സന്ദർഭത്തിൽ നമ്മളിപ്പോ മൊബൈലൊക്കെ ഉള്ളതാണ് പവർ സേവിംഗ് മോഡൊക്കെ. ആ പവർ സേവിംഗ് മോഡ് ഉപയോഗിക്കുക എന്നുള്ളതും. യൂസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് റാദർ ദാൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് വെനെവർ പോസിബിൾ. എപ്പോഴും നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനേക്കാൾ കൂടുതലായിട്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിന്റ് ഔട്ട്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും CRT മോണിറ്റർ ഇപ്പൊ അങ്ങനെ കൂടുതലായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോ നമ്മുടെ TV ആണെങ്കിൽ പോലും CRT മോണിറ്റർ അല്ല ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ LCD അല്ലെങ്കിൽ LED ആണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരുപാട് പവർ സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ LCD മോണിറ്റേഴ്സ്, CRT മോണിറ്റേഴ്സിന് പകരമായിട്ട് LCD മോണിറ്റേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനർജി സ്റ്റാർ ലെവലൊക്കെ നോക്കിയിട്ടുള്ള അത്തരത്തിലുള്ള ഈ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ പറയുന്നത് ഡിസ്പോസ് ഇ വേസ്റ്റ് അക്കോർഡിംഗ് ടു സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ റെഗുലേഷൻസ്.
പിന്നെ എംപ്ലോയ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് ലൈക്ക് സോളാർ എനർജി ഒക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങള്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇ വേസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇ വേസ്റ്റ് നമ്മൾ ഇത്രയും മനസ്സിലാക്കണ്ടുള്ളൂ. ഇലക്ട്രോണിക് വേസ്റ്റ് എന്നുള്ളത്, ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മൂലമുണ്ടാകുന്ന അത്തരത്തിലുള്ള വേസ്റ്റുകളെയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വേസ്റ്റ് അല്ലെങ്കിൽ ഇ വേസ്റ്റ് എന്ന് ഷോർട്ട് ഫോം ആയിട്ട് എന്ന് പറയും ഇ വേസ്റ്റ് എന്ന് പറയും. ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇ വേസ്റ്റിന്റെ ഡിസ്പോസൽ മെത്തേഡ്സുകളാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. 4 രീതിയിലുള്ള ഡിസ്പോസൽ മെത്തേഡ്സുകൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഇ വേസ്റ്റ് എന്താണെന്നുള്ളതും ഡിസ്പോസൽ മെത്തേഡ്സും ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് പഠിക്കുന്നതാണ്. നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു കമ്പ്യൂട്ടറിനെ 2 പാർട്ടായിട്ട്, മെയിൻ പാർട്ടുകളായിട്ട് പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയാം അല്ലെ. ഫസ്റ്റ് വൺ ഈസ് ഹാർഡ്വെയർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോഫ്റ്റ്വെയർ. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഹാർഡ്വെയർ എന്താന്ന് പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ടാൻജിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ തൊടാനും അതുപോലെ തന്നെ സ്പർശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന അത്തരത്തിലുള്ള എല്ലാ പാർട്ടുകളെയും നമുക്ക് ഏത് വിഭാഗത്തിൽപ്പെടുത്താം? ഹാർഡ്വെയർ എന്ന സെഷനിൽപ്പെടുത്താം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു കൂട്ടം പ്രോഗ്രാംസുകളെയാണ് സാധാരണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാംസുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? To use computer system and other electronic devices efficiently and effectively. വളരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് സഹായിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, അതിനാണ് എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയറിനെ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്നുള്ളതാണ്. ഒരു കൂട്ടം പ്രോഗ്രാംസുകൾ അല്ലെ. എന്ന് പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ അടുത്ത് പറയുന്നത്. ഇറ്റ്സ് ഡിസൈൻഡ്, എന്തിനാ ഡിസൈൻ ചെയ്തത്? ടു കൺട്രോൾ ദി ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ വരുന്ന വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസുകൾ അതിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഇതിനൊക്കെ സഹായിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അതിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമുക്ക് മെയിൻലി 3 പാർട്ടായിട്ട് പറയാം, 3 വിഭാഗമായിട്ട് പറയാം സിസ്റ്റം സോഫ്റ്റ്വെയറിനെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ ഈസ് ലാംഗ്വേജ് പ്രോസസേഴ്സ് ആൻഡ് തേർഡ് വൺ ഈസ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. ഇതിൽ ഫസ്റ്റത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. ഇതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ OS എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്നുള്ളത് പല ആളുകളും കേട്ടുള്ള ഒരു വാക്കാണ്. നമ്മളുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും നമ്മളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ ആണെങ്കിലൊക്കെ അതിലൊക്കെ എന്തുണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആൻഡ്രോയിഡ് എന്നുള്ളത് വളരെ അധികം ആളുകൾ പറഞ്ഞു കേട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഒക്കെ ആൻഡ്രോയിഡ് വേർഷൻ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ആണ്, വിൻഡോസ് 8 ആണ്, അല്ലെങ്കിൽ വിൻഡോസ് XP ആണ്, അത്തരത്തിലുള്ളത് ഉബുണ്ടു ആണ്. അങ്ങനത്തെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന്റെ പേരുകളൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ള ആളുകളാണ്. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട്സ് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. യൂസറിന്റെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാർഡ്വെയറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള ഹാർഡ്വെയർ ഡിവൈസുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ. പ്രോസസർ, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള പോർട്ടുകൾ നമ്മൾ പറഞ്ഞു, മെമ്മറി പറഞ്ഞു അല്ലെ, ഹാർഡ് ഡിസ്ക്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഹാർഡ്വെയർ ഡിവൈസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരം ഹാർഡ്വെയർ ഡിവൈസുകൾ മാത്രം ഒരു കമ്പ്യൂട്ടർ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. യൂസറിന് ഈ ഹാർഡ്വെയറിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻസ്ട്രക്ഷൻസ് നൽകണം.
അപ്പൊ അത്തരം ഇൻസ്ട്രക്ഷൻസുകൾ നൽകി അല്ലെങ്കിൽ ഇതിനെ യൂസ്ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വേണം. ദാറ്റ് മീൻസ് സോഫ്റ്റ്വെയർ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. ഒരു യൂസറിന്റെയും അതേപോലെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് എ കൺവീനിയന്റ് ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ആൻ എൻവയോൺമെന്റ് ഫോർ യൂസർ. എന്തിനു വേണ്ടിയുള്ളത്? ടു എക്സിക്യൂട്ട് പ്രോഗ്രാംസ്. നമ്മുടെ പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആര് നൽകുന്നു? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള ലെവലിലാണ് പറയുന്നത്. നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് വിവിധ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പല തരത്തിലുള്ള വർക്കുകൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതായത് ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു യൂസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇൻ എൻ എഫിഷ്യന്റ് മാനർ. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ ഹാർഡ്വെയർ കമ്പോണൻസുകളെയും എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമതയോട് കൂടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാന് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ഒരു പിക്ചർ കാണുന്നുണ്ട്, ആ പിക്ചറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. പ്രോസസ് മാനേജ്മെന്റ്. അപ്പൊ നമ്മള് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് പറഞ്ഞു, ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ യൂസറിന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിൽ ഉള്ള ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയറിനെ കൊണ്ട് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻസ്, ആ സോഫ്റ്റ്വെയറിൽ വരുന്ന മെയിൻ ഫംഗ്ഷൻസുകളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് മാനേജ്മെന്റ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് മെമ്മറി മാനേജ്മെന്റ്, ആൻഡ് തേർഡ് വൺ ഈസ് ഫയൽ മാനേജ്മെന്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡിവൈസ് മാനേജ്മെന്റ്. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാണ് പ്രോസസ് മാനേജ്മെന്റ്. പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അപ്പൊ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ? പ്രോസസ് എന്ന് പറഞ്ഞാൽ വി മീൻ എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ എന്നുള്ളതാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അതിനെയാണ് എന്ത് പറയുന്നത്? ഒരു പ്രോസസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഡാറ്റ പ്രോസസിംഗ് ഒക്കെ എവിടെ നടക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, അല്ലെ? പ്രോസസ്സറിലാണ് എന്ത് നടക്കുന്നത്? ഡാറ്റ പ്രോസസിംഗ് നടക്കുന്നത്. അപ്പോ ഈ പ്രോസസ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? വിവിധ തരത്തിലുള്ള പ്രോസസ്സുകൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് അർത്ഥം. അപ്പൊ ഈ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സുകൾ ചെയ്യുന്നത് ആരാണ്? പ്രോസസർ ആണെന്നും പറഞ്ഞു. CPU അല്ലെങ്കിൽ പ്രോസസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരുപാട് പ്രോസസ്സുകൾ അറ്റ് എ ടൈം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓരോ പ്രോസസ്സുകളെയും പ്രോസസ്സറിലേക്ക് അലോക്കേറ്റ് ചെയ്യുകയും വേണം. ചില ആവശ്യം കഴിഞ്ഞാൽ ഡി അലോക്കേഷൻ ചെയ്യുകയും വേണം. എന്ന് പറയുമ്പോൾ നൽകണം, ആവശ്യം കഴിഞ്ഞാൽ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്താ ഡി അലോക്കേറ്റ് ചെയ്യുകയും വേണം. ഇതൊരു ഷെഡ്യൂളിംഗ് ആണ്, അല്ലെ? കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യണം എന്നർത്ഥം. ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും, കമ്പ്യൂട്ടർ നടക്കുന്നുണ്ടാവും. ഓരോ പ്രോസസ്സുകളെയും അതിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു ഉത്തരവാദിത്തം ആര് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? ഈ പറഞ്ഞ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. സെക്കൻഡ് വൺ ഈസ് മെമ്മറി മാനേജ്മെന്റ് എന്നുള്ളതാണ്. മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽസ് ഓർ മാനേജ് പ്രൈമറി മെമ്മറി എന്നുള്ളതാണ്. നമ്മുടെ റാമിലെ റാൻഡം ആക്സസ് മെമ്മറി, അതിനെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ റാമിലെ ആ ഒരു മെമ്മറിയെ, പ്രൈമറി മെമ്മറിയെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്ന് പറഞ്ഞാല് ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു പ്രോസസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫയൽസുകളും എന്തിലേക്ക് വരണം? റാമിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടുന്നാണ് പിന്നെ എവിടേക്ക് പോകുന്നത്? ഈ പറഞ്ഞ പ്രോസസ്സറിലേക്ക് ചെല്ലുന്നത്. എന്നിട്ടാണ് ഡാറ്റ പ്രോസസിംഗ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ഡാറ്റ തിരിച്ച് റാമിലേക്ക് വരുന്നത്. എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. മെമ്മറിയുടെ ആവശ്യം കഴിഞ്ഞാൽ ഡി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് പറയുമ്പോൾ പ്രോസസ് നടക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായുള്ള ഡാറ്റ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. പ്രോസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഡി അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത്
ആര് ചെയ്യുന്നുണ്ടെന്നാ പറയണത്, അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മെയിൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊരു മെയിൻ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫയൽ മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഫയൽസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടേക്സ് കെയർ ഓഫ് ഫയൽസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന് എന്താണെന്നുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫയൽസിനെ ഓർഗനൈസ് ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ, മൈ കമ്പ്യൂട്ടർ അല്ലെ ഓൺ ആയി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള വിവിധ ലോക്കൽ ഡിസ്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡേഴ്സ്, ഫയൽസുകൾ, ഒരു ഫോൾഡറിൽ വേറൊരു ഫോൾഡർ, അങ്ങനെ പല തരത്തിലുള്ള ഫയൽസുകളും ഫോൾഡറുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ചെയ്യാമെന്ന് അർത്ഥം. അപ്പൊ അതിനൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ, അത് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. അതേപോലെ തന്നെ നെയിമിങ്, ഫയൽസിന്റെ നെയിമിംഗ് നൽകുക. അതേപോലെ ഫയൽ സ്റ്റോറിംഗ്, ഫയൽ റിട്രീവിംഗ്, ഫയൽ ഷെയറിംഗ്, ഫയൽ പ്രൊട്ടക്ഷൻ, ഫയൽ റിക്കവറി, ഈ പറഞ്ഞ എല്ലാ ഫംഗ്ഷൻസുകളും സപ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂളാണ്. ഇവിടെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ട് എന്നുള്ളതാണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു പാർട്ട് എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഫയൽ മാനേജ്മെന്റിനെ കണക്കാക്കാം എന്നർത്ഥം. നെക്സ്റ്റ് വൺ ഈസ് ഡിവൈസ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഡിവൈസ് മാനേജ്മെന്റ് നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വിവിധ തരത്തിലുള്ള ഡിവൈസുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഡിവൈസുകളെല്ലാം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് ഉത്തരവാദിത്തമുണ്ട് അല്ലെ. അതും ആര് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ദാറ്റ് മീൻസ് OS communicates with the hardware devices via the device driver software. എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസ്, ഇപ്പൊ ഒരു പ്രിന്റർ, എക്സാമ്പിൾ ഒരു പ്രിന്റർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും അല്ലെ. ആ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വർക്ക്ഔട്ട് ആവുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡ്രൈവർ സോഫ്റ്റ്വെയറിലൂടെയാണ് ആ കണക്ട് ചെയ്തിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണന്റുമായിട്ട് അല്ലെങ്കിൽ ഡിവൈസുമായിട്ട് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് ഇറ്റ് ഹാൻഡിൽസ് ദി ഡിവൈസ് ബൈ കമ്പൈനിങ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടെക്നിക്സ്. കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി ആര് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്നുള്ളതാണ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാണ്, മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് മനസ്സിലാവുക. മനുഷ്യന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ല. മനുഷ്യന് മനസ്സിലാവുന്ന ഏതാണ്, വിവിധ തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. ഓക്കെ, വിവിധ തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് നമുക്ക് അറിയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മളുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ രണ്ടായിട്ട് പറയാം. ലോ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ അതിനെയാണ് പറയുന്നത് മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജ്. ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, നെക്സ്റ്റ് വൺ ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ മെഷീൻ ലോ ലെവൽ ലാംഗ്വേജും ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജും ഉണ്ട്. നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജിനെയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്, മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. മനുഷ്യന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, നമ്മൾ തന്നെ എന്താ പറയാ, അപ്പൊ ഈ നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് ഒരു എക്സാമ്പിൾ ആണ് എന്തിന്, ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പോലുള്ള ഇംഗ്ലീഷ് വാക്കുകൾ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നർത്ഥം. നേരെ മറിച്ച് മെഷീൻ ലാംഗ്വേജ് ആകുമ്പോൾ അത് നമുക്ക് സ്പെഷ്യൽ സിഗ്നൽസ് വെച്ചിട്ടും, അതേപോലെ തന്നെ അതിന് 0 and 1 ബൈനറി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു, 1s and 0s വെച്ചിട്ടാണ് അതിൽ എന്ത് ചെയ്യാ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈനറി ഡിജിറ്റ്സുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ, അത് ഓരോ ഡാറ്റയും ബൈനറി ഡിജിറ്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്
മനസ്സിലാക്കിയെടുക്കാനും അതോടൊപ്പം തന്നെ അതിൽ പ്രോഗ്രാംസുകൾ റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ മെഷീൻ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടർ മനസ്സിലായെങ്കിൽ പോലും മെഷീൻ ലാംഗ്വേജ് നമ്മളെ മനുഷ്യന് എന്ത് ചെയ്യണം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇന്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതരത്തിലുള്ള ഈ ലാംഗ്വേജില് പലതരത്തിലുള്ള ന്യൂമോണിക്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ അഡീഷന് വേണ്ടിയിട്ട് ADD, അതുപോലെ സബ്സ്ട്രാക്ഷന് വേണ്ടി SUB, അതുപോലുള്ള ന്യൂമറിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് വല്ലാതെ ബോധേഡാവേണ്ട ആവശ്യമില്ല. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിലും പ്രോഗ്രാമിംഗ് എഴുതൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഏതിലാണെന്ന് നമ്മളിപ്പോ പറഞ്ഞത് ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് ദീസ് ആർ ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആർ സിംപ്ലർ ടു അണ്ടർസ്റ്റാൻഡ് ദാൻ ദി അസംബ്ലി ലാംഗ്വേജ് ഓർ മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജിനെയും അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലാംഗ്വേജ് ആണ് അത്തരത്തിലുള്ള ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് C++, ജാവ, C ലാംഗ്വേജ് പോലുള്ള പലതരത്തിലുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾസ് ആണെന്ന് അർത്ഥം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് കമ്പ്യൂട്ടറിന് എന്ത് മനസ്സിലാവില്ല? ഹൈ ലെവൽ ലാംഗ്വേജ് മനസ്സിലാവില്ല. അപ്പൊ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ് മനസ്സിലാവുക എന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് മനസ്സിലാവുക എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മള് പ്രോഗ്രാംസുകൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് നമ്മൾ പ്രോഗ്രാംസ് എഴുതി കൊടുക്കുന്നത്. പക്ഷെ ആ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു? കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ലാംഗ്വേജ് പ്രോസസ്സറിന്റെ ആവശ്യം എന്താ എന്നുള്ളത് പറയുന്നത്. ലാംഗ്വേജ് പ്രോസസ്സറിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് അവിടെയാണത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമായി അവിടെ വരുന്നുണ്ട്. ആ കൺവേർഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. എന്താണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്നുള്ളത്? ഫസ്റ്റ് നമ്മൾ ഒന്നുകൂടി പറഞ്ഞു, കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ രണ്ടായിട്ട് തിരിക്കാം. ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. മെഷീൻ ലാംഗ്വേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ബൈനറി ഡിജിറ്റ്സുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന അത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ, അതിനെയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന് മനസ്സിലാക്കാനും മനസ്സിലാക്കാൻ മീൻസ് ആ മെഷീൻ ലാംഗ്വേജ് നമുക്ക് പ്രോഗ്രാംസുകൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ പ്രോഗ്രാംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതിലാണ്? ഹൈ ലെവൽ ലാംഗ്വേജിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് പോലുള്ള ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നാൽ അതിൻ്റെതായ റൂൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി C++ എന്ന് പറയുന്ന ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഗ്രാംസ് ആർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു? ഈ പറഞ്ഞ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ നമുക്ക് മനസ്സിലാവുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. ആ കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ആരെ ഉപയോഗിക്കുന്നത്? ലാംഗ്വേജ് പ്രോസസ്സറിനെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വിവിധ തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട്. അപ്പൊ ലാംഗ്വേജ് പ്രോസസ്സർ എന്തിനു വേണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വിവിധ തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സറുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അസംബ്ലർ എന്നുള്ളതാണ്. അസംബ്ലർ ആ പേരിൽ തന്നെ ഉണ്ട്. അസംബ്ലി ലാംഗ്വേജിനെ, അത്രേ ഉള്ളൂ ചിന്തിക്കേണ്ടത്. അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോസസ്സർ ആണ് അസംബ്ലർ. ഓക്കെ, അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? മെഷീൻ ലാംഗ്വേജിലേക്ക്. അതായത് മെഷീൻ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവുക? കമ്പ്യൂട്ടർ മനസ്സിലാവുക എന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോസസ്സർ ആണ് അസംബ്ലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്ററും ഉണ്ട്, കമ്പൈലറും ഉണ്ട്. അത് മൂന്നാണ് പറയുന്നത്: അസംബ്ലർ, ഇന്റർപ്രറ്റർ, കമ്പൈലർ. അപ്പൊ ഇന്റർപ്രറ്ററും കമ്പൈലറും ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇന്റർപ്രറ്ററും കമ്പൈലറും ഫംഗ്ഷൻ ഒന്നാണ്. അതായത്
ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഈ രണ്ടും ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ലാംഗ്വേജ് പ്രോസസ്സും ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റർപ്രറ്റർ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈ ലെവൽ ഇപ്പൊ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു 100 ലൈൻ ഓഫ് കോഡ്സുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് അർത്ഥം. നേരെ മറിച്ച് കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്കാനിങ്ങിൽ മൊത്തം പ്രോഗ്രാമിനെയാണ് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ഇന്ന ലൈനിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എററുകളെല്ലാം വളരെ കൃത്യമായിട്ട് അത് കാണിച്ചു തരികയും ചെയ്യും. എററുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള എററുകൾ വരാം. അതൊക്കെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിന്റാക്സ് എറർ ഒക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ്